അങ്ങനെ ഒരു സ്ഥലത്ത് ഇനി എനിക്ക് മാർക്കറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡിനെ എനിക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണോ ശരിക്കും മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്? ഇനീഷ്യലി ലൈക്ക് മെന്റ് ആരംഭിച്ച സമയത്ത് തന്നെ അതിന്റെ ഫൗണ്ടിങ് ടീം എല്ലാവരോട് പറഞ്ഞ സംഗതി, നമുക്ക് ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റോർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് മോൾസ് ആയിട്ടുള്ള ഹൈലൈറ്റ് മാളിൽ. അപ്പോൾ ഇതിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു സോർട്ട് ഓഫ് ഒരു വലിയ റിസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ റെന്റ് ഇസ് ഗോൺ ബി എക്സ്ട്രീംലി ഹൈ. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് എക്സ്ട്രീംലി ഹൈ ആണ്. പ്ലസ് അത് മാത്രമല്ല എക്സിസ്റ്റിംഗ് നടക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് എങ്കിലും ഇതിൻ്റെ ഒരു സക്സസ് മോഡൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇറ്റ്സ് ഗോൺ ബി എ ബിഗ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ ബ്രാൻഡിൻ്റെ ഒരു വിഷൻ ആയാലും അതിൻ്റെ ഒരു പൊസിഷനിങ് ആയാലും ഇറ്റ്സ് ഗോൺ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇന്നത്തെ യൂത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ക്വാളിറ്റി ഉണ്ട്, പ്ലസ് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് എന്താ പറയുക ഡിഫറെൻറ്റ് ഡിസൈൻസും ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഈ സംഗതികൾ എക്സാക്ട്ലി മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ആക്ച്വലി മെന്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷനിങ് തന്നെയാണ് മെന്റ് കാലിക്കറ്റ് ഹൈലൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഹൈലൈറ്റ് തന്നെ ചൂസ് ചെയ്തത് അവിടെ പൊസിഷൻ. എക്സാക്ട്ലി യെസ്.